കണ്ണൂരിലാണ്. ആക്ച്വലി ഇന്ന് കണ്ണൂരിൽ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ് ആവാൻ പോണു. കണ്ടില്ലേ, ഇരുട്ടായി. കാരണം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിലാണ്. ആക്ച്വലി ഇന്ന് കണ്ണൂരിൽ തെയ്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിനെ വിട്ട് വന്നിരിക്കുകയാണ് തെയ്യം കാണാൻ. ആക്ച്വലി ആദ്യമായിട്ടാണ് ഞാൻ തെയ്യം കാണുന്നത്. അപ്പോൾ ഞാൻ ചെറു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് തെയ്യം എങ്ങനെയാണെന്ന്. അപ്പോൾ ഓരോ സമയമായി അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റെഡിയാവുന്നതിൻ്റെ സമയത്ത് മുടിയിൽ വെള്ളം കൂടി ഒറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, മേലെയാണ്. കണ്ടില്ലേ പാറ്റ, ഈ മറ്റെന്ത് പാറ്റ പറയും പേര്, കണ്ടില്ലേ ഫുള്ള് പാറ്റ ചെയ്ത് കാരണം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കാരണം ക്ലാരിറ്റി ഇല്ല ക്യാമറയിൽ. അപ്പോൾ നമുക്ക് തെയ്യം കാണാം. ആദ്യമായിട്ടാണ് തെയ്യം കാണുന്നത്. ഭയങ്കരമായിട്ട് എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല, നോക്കാം. കാരണം ഇവിടുത്തെ ചേച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് അവിടെ തെയ്യം കളിക്കണതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തെയ്യം കാണാൻ പോക്കേ. ആക്ച്വലി പാലക്കാട് തെയ്യം ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തെയ്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് തെയ്യം നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ തെയ്യം കാണാം ഇല്ലേ. ഓയ് ഹലോ ബന്തോ ഷൈ കുട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് തെയ്യം നടക്കുന്ന അമ്പലത്തിൽ പോയി കാണാം. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിലെത്തിയിട്ടു. പക്ഷേ അടുത്ത് തന്നെയായിരുന്നു അമ്പലം. അപ്പോൾ ഇത്തിരി വൈകി. പക്ഷേ ഞങ്ങൾ വരുമ്പോഴേക്കും തെയ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് പേരൊന്നും ഓർമ്മയില്ല തെയ്യത്തിൻ്റെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര സൗണ്ട് കേട്ടോ, തെയ്യത്തിൻ്റെ ഡും 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 നല്ല സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി. അപ്പോൾ ഞങ്ങൾക്ക് പ്രസാദം തന്നു. ആക്ച്വലി പ്രസാദം തേങ്ങ, അവിയൽ, പിന്നെ വന്നിട്ട് എന്താണെന്നറിയും, എള്ള്, കറുപ്പ് കളർ എള്ള് എന്നല്ല പറയും, എള്ള്. അങ്ങനെ അവൾ പ്രസാദം തന്നത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വന്ന് എത്തിയതേ ഉള്ളൂ വീട്ടിൽ നിന്ന്. അപ്പോഴേക്കും ഞങ്ങൾക്ക് പ്രസാദം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾക്ക് പ്രസാദം കിട്ടി പറഞ്ഞിട്ട്. പ്രസാദം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി തേനൊക്കെ ഇട്ടിട്ട് തോന്നുന്നു. മേ ബി ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇത് കാണിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണ് ഒരു പ്രസാദത്തിൻ്റെ ഒരു ഇത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കണ്ണൂർ പ്രസാദം. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ തെയ്യം കാണാൻ ഇരിക്കുകയാണ്. ആക്ച്വലി കുറേ ടൈപ്പ് തെയ്യം ഉണ്ട് കേട്ടോ നടക്കുന്നത്. പക്ഷേ എനിക്കൊന്നും കറക്റ്റായിട്ട് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുള്ളതെന്ന് ഞാൻ പറയാം കേട്ടോ. കരിഞ്ചാമുണ്ടി തോറ്റം, പിന്നെ വന്ന് ഗുളികൻ തെയ്യം, പിന്നെ പൊട്ടൻ തെയ്യം, ഇതൊക്കെയാണ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയുള്ളത്. പിന്നെ ഇത് വന്നിട്ട് അടുത്ത തെയ്യത്തിന് വേണ്ടി ഡ്രസ്സ് റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പൈനാപ്പിൾ കഴിക്കാമെന്ന് വിചാരിച്ചത് ഉപ്പിലിട്ടത്. പക്ഷേ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എരിവ് ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെ വലിയ എരിവൊന്നും തോന്നിയില്ല കേട്ടോ. മറ്റേ പൊതിനടിയും അതുപോലെ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വലിയ എരിവും തോന്നിയില്ല. ബാക്കി അടുത്തുള്ളവരൊക്കെ കഴിച്ചിട്ട് ഭയങ്കര കണ്ണിൽ ഒക്കെ വെള്ളം വരുന്നുണ്ട്. പക്ഷേ എനിക്ക് എരിവ് തോന്നിയില്ല സത്യം പറഞ്ഞാൽ. എരിവില്ലാത്ത പൈനാപ്പിൾ കഴിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ അന്നദാനത്തിനായിരുന്നു. ആക്ച്വലി അന്നദാനം ഇവിടെ പ്ലേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മുടെ അവിടെ ഇലയിലല്ല, ഇവിടെ ഒന്ന് പ്ലേറ്റിലാണ്. നമുക്ക് കഴിച്ചിട്ട് ആ പ്ലേറ്റ് കഴുകി വയ്ക്കുക. അപ്പോൾ പ്ലേറ്റിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ചോറ്, പരിപ്പ് ചാറ്, മോര്, അതാണ് നമ്മുടെ അവിടെ അന്നദാനം ഇന്നത്തെ സ്പെഷ്യൽ. പക്ഷേ അടിപൊളിയാണ്. നമ്മൾ തന്നെ കഴിച്ച ശേഷം നമ്മൾ പ്ലേറ്റ് കഴുകി അവിടെ വെക്കണം കേട്ടോ. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി അങ്ങനെയാണ്. ഓക്കെ ബേബി, ഓയ് വീഡിയോ നിക്കാലോ ഷാനു. ഇതാണ് ഭക്ഷണം. ഇതാണ് മായ ദീദി. ആക്ച്വലി ഞങ്ങളൊക്കെ തെയ്യം കാണാൻ വേണ്ടി ഇരിക്കണ വെച്ചൊരു എന്താ പറയുക ഇതുണ്ട്. മീൻസ് നമുക്ക് കാണാനുള്ളൊരു ഉറക്കം വന്നാൽ നമ്മൾ ഉറക്കം കളഞ്ഞിട്ട് നമ്മൾ തെയ്യം കാണില്ലേ. പക്ഷെ ഇവിടെ ഇരിക്കുന്ന കുട്ടി നോക്ക്, ഉറക്കം കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കണം. 1:30-ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ മാഡത്തിനാണ്. മീൻസ് ഈ മേഡം അല്ല, ആ മേഡം കണ്ടില്ലേ. ഹായ് പറ. ഹലോ, പേര് പറയണ്ടാന്ന്. നബിക കുട്ടി. നബിക കുട്ടി ആക്ച്വലി 2-3 ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ചുമക്കണം അല്ലേ. ഇപ്പൊ എന്ത് തയ്യ വരുന്നത് പറയും. ഒന്നുമില്ല. ഇപ്പൊ എന്ത് തയ്യ വരുന്നത് പറയും.
ഒന്നുമില്ലാന്ന്. എനിക്കാണ് ആക്ച്വലി തെയ്യത്തെ കുറിച്ചിട്ട് ഫുൾ എക്സ്പ്ലനേഷൻ തന്നത് കേട്ടാ. പക്ഷെ ഇപ്പൊ ചോദിക്കുമ്പോ ക്യാമറ ചോദിക്കുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞ മടിയായിട്ട് ഞങ്ങള് പകുതി പേര് ഉറങ്ങാണ്, പകുതി ബാക്കിൽ ഉറങ്ങാണ്. വേറൊരു തയ്യം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല 1:30 വെയിറ്റ് ചെയ്യണം. ആ തയ്യം വന്നിട്ടുണ്ട്, വരികയാണ്. അതുകൊണ്ട് ലൈറ്റ് ഒക്കെ ഓഫ് ആയിരിക്കണ്ടില്ലേ, ലൈറ്റ് ഓഫ്. ആരുമേ ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഇരിക്കാണ്ട് ഇങ്ങനെ ഷീറ്റ് മീൻസ് ഒരു മാറ്റ് ഇട്ടിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ചെമ്മണ്ണും തീപ്പുകയുമാക്കിയ ലോകനാഥനാണ് വിഷ്ണുമൂർത്തി. ചാക്ഷുസമനന്തര പ്രളയത്തിൽ മത്സ്യമായും സമയം 1 മണിയായി. 1:30 വേറൊരു ടൈം ഉണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനില്ല. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്ക്, ഞങ്ങൾക്ക് തന്നെ എല്ലാവർക്കും ഉറക്കം വന്നിട്ടുണ്ട്. ഉറക്കം വന്ന് ടയേർഡ് ഫേസ് ആണ്, ഉറക്കം വരുന്നുണ്ട്. ഇത്രയും പേരെ വെയിറ്റിംഗ് ആണ് തെയ്യത്തിന് വേണ്ടിയിട്ട്. തെയ്യം കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് ഇവിടെ എല്ലാവരും. ചെറിയ പിള്ളേരും കൂടി ഈ തെയ്യത്തിന് വേണ്ടിയിട്ട് ഉറങ്ങാണ്ട് കാത്തിരിക്കണ്ട. ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം. ആക്ച്വലി 1:30 വേറൊരു തെയ്യം ഞാൻ ജസ്റ്റ് ബാക്ക് ക്യാമറ കാണിച്ചു തരാം കേട്ടോ. ഒരു ഏടി പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് തെയ്യത്തിന് പേര് എന്തുവാണ്, ഞാൻ ആ തെയ്യത്തിന് പറയാൻ എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം, ഓക്കെ? ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം.
ആക്ച്വലി കണ്ണൂരിലെ തെയ്യം അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. ബട്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം വൈകുന്നേരം 7 മണി തൊട്ട് നാളെ വൈകുന്നേരം 4 മണി വരെയാണ് ഈ തെയ്യത്തിൻ്റെ ടൈം. ആക്ച്വലി ഞാൻ കുറച്ച് തെയ്യമേ കണ്ടു, പക്ഷെ ഞാൻ സൂപ്പറായിട്ട് അടിപൊളിയാണ് എൻജോയ് ചെയ്തു കേട്ടോ. ബട്ട് ഈ ഒരു തെയ്യം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിന് പേരറിയില്ല, ബട്ട് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, ഈ കോഴിനുണ്ടല്ലോ, കോഴിനെ കഴിക്കണ ഒരു തെയ്യമാണ്. പക്ഷേ ഇത് നമ്മൾ യൂട്യൂബിൽ ഇടാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു പോർഷൻ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അതർവൈസ് നമ്മുടെ അടിപൊളിയാണ് തെയ്യം. പിന്നെ എനിക്ക് കുറേ നേരം നിൽക്കാൻ പറ്റിയില്ല, കാരണം ഉറക്കം വന്ന കാരണം ഞാൻ 4 മണിയാകുമ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് പോയി ഉറങ്ങാൻ. അപ്പോൾ ഇത്രയാണ് എൻ്റെ കണ്ണൂരിലെ തെയ്യം. ആക്ച്വലി കുറേ ഇടുന്നൊക്കെ വിചാരിച്ചു, പക്ഷേ എനിക്ക് പറ്റിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ നെക്സ്റ്റ് ഇനിയും നല്ല ഒരു വീഡിയോസൊക്കെ ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ, ബൈ ബൈ, സീ യു.